നമസ്കാരം. അമേരിക്കയ്ക്കെതിരായ നിറം മങ്ങിയ ജയത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട T20 ലോകകപ്പിലെ രണ്ടാം അംഗത്തിൽ തന്നെ ശക്തമായ തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ടീം എന്ന് പറയാം. വ്യാഴാഴ്ച ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടക്കാനിരിക്കുന്ന ഗ്രൂപ്പ് എയിലെ രണ്ടാം അംഗത്തിൽ മറ്റൊരു കുഞ്ഞൻ ടീമായ നമീബിയയാണ് ഇപ്പോൾ ഇന്ത്യയുടെ എതിരാളികളായി എത്തുന്നത്. പക്ഷേ അമേരിക്കയെ നിസ്സാരക്കാരനായി എടുത്തതുപോലെ ടൂർണമെന്റിൽ ഇനിയൊരു ടീമിനെയും ഇന്ത്യ വില കുറച്ച് കാണാനിടയില്ല. കാരണം അത്ര വലിയ ഭീഷണിയാണ് അമേരിക്കയിൽ നിന്നും നിലവിലെ ചാമ്പ്യന്മാർക്ക് നേരിട്ടത്. സൂര്യകുമാർ യാദവിന്റെ അപരാജിത 50 ഇല്ലായിരുന്നുവെങ്കിൽ അമേരിക്ക ഇന്ത്യയുടെ കഥയും കഴിച്ചേനെ. നമീബിയയ്ക്കെതിരെ വളരെ ആധികാരിക പ്രകടനവുമായി ആദ്യ കളിയിലെ ക്ഷീണം തീർക്കാനായിരിക്കും ഇന്ത്യയുടെ ശ്രമം. അമേരിക്കയ്ക്കെതിരെ കളിച്ച ടീമിൽ മാറ്റവുമായിട്ടാണ് നമീബിയയ്ക്കെതിരെ സൂര്യയും കൂട്ടരും ഇറങ്ങുന്നത്. ഈ കളിയിൽ ഇന്ത്യൻ 11 എങ്ങനെയായിരിക്കുമെന്നാണ് എല്ലാവരും അടുത്തതായി നോക്കുന്നത്. അമേരിക്കയ്ക്കെതിരെ കളിച്ച പ്ലേയിങ് 11-ൽ ഒരു മാറ്റം മാത്രമേ ഇന്ത്യ വരുത്താനിടയുള്ളൂ. വൈറൽ ഫീവർ കാരണം സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയ്ക്ക് ആദ്യ മത്സരത്തിൽ തന്നെ പുറത്തിരിക്കേണ്ടി വന്നു. അതെല്ലാവരെയും വളരെ ദുഃഖപ്പെടുത്തി. വളരെ അസുഖം ഭേദമായി അദ്ദേഹം പൂർണ്ണ ഫിറ്റ്നസിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ് ഇപ്പോൾ. നമീബിയയ്ക്കെതിരെ ബുംറ തീർച്ചയായും കളിക്കാൻ ഇറങ്ങുമെന്നാണ് വിവരം. ഇതോടെ ആദ്യ കളിയിലെ 11-ൽ ഒരഴിച്ചുപണിയും ഇന്ത്യക്ക് നടത്തേണ്ടതായി വരും. ബുംറയതിൽ തന്നെ സ്ഥാനം നഷ്ടമാവുകയും മറ്റൊരു സീനിയർ പേസർ മുഹമ്മദ് സിറാജിനുമായിരിക്കും. ഹർഷത് റാണയ്ക്ക് പരിക്ക് കാരണം ലോകകപ്പിൽ നിന്നും പിന്മാറേണ്ടി വന്നത് കാരണം ടീമിനൊപ്പം ചേർന്ന താരമാണ് അദ്ദേഹം. അമേരിക്കയ്ക്കെതിരെ 3 വിക്കറ്റുകളുമായി ഇന്ത്യൻ വിജയത്തിൽ നിർണായക പങ്ക് വഹിക്കാൻ സിറാജിനായിട്ടുണ്ടായിരുന്നു. പക്ഷേ ബുംറ തിരിച്ചെത്തിയാൽ അദ്ദേഹത്തിന് വഴി മാറിക്കൊടുത്തേ തീരും. കാരണം T20 സ്പെഷ്യലിസ്റ്റായ അർഷ്ദീപ് സിംഗിനെ 11-ൽ നിന്നും മാറ്റി നിർത്താൻ ഇന്ത്യ ആഗ്രഹിക്കില്ല എന്നതാണ് സത്യം. ബുംറയും അർഷ്ദീപുമായിരിക്കും നമീബിയയ്ക്കെതിരെ ഇന്ത്യയുടെ പേസ് ആക്രമണം കൈകാര്യം ചെയ്യുക. ബുംറ മടങ്ങിയെത്തിയതൊഴിച്ചാൽ 11-ൽ മറ്റു മാറ്റങ്ങളൊന്നും വരുത്താൻ ഇന്ത്യ ശ്രമിച്ചേക്കില്ല. ഇതോടെ മലയാളി താരം സഞ്ജു സാംസണിന് ഒരിക്കൽ കൂടി വാട്ടർ ബോയ് ആയി തുടങ്ങേണ്ടി വരും. മോശം ഫോമിലുള്ള സഞ്ജുവിനെ 11-ലേക്ക് കൊണ്ടുവന്ന ഒരു ചൂതാട്ടത്തിന് മുതിരാൻ ഇന്ത്യ തയ്യാറാവില്ല. മോശം ഫോമിനോടൊപ്പം തന്നെ ആത്മവിശ്വാസക്കുറവും സഞ്ജുവിനെ വേട്ടയാടുന്നുണ്ടാകുമെന്നാണ് എല്ലാവരും പറയുന്നത്. ന്യൂസിലൻഡിനെതിരെ തന്നെ സമാപിച്ച 5 T20കളുടെ പരമ്പരയിൽ വെറും 46 റൺസായിരുന്നു അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത്. ആദ്യ കളിയിൽ പ്രതീക്ഷിച്ചതുപോലെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ലെങ്കിലും ഇന്ത്യക്ക് വേണ്ടി ഓപ്പണിംഗിൽ അഭിഷേക് ശർമ്മ ഇഷാൻ കിഷൻ ജോഡി മുൻപോട്ട് തന്നെ തുടരും. അമേരിക്കയ്ക്കെതിരെ ഗോൾഡൻ ഡക്കായതാണ് അഭിഷേക് ക്രീസ് വിട്ടത്. നമീബിയയ്ക്കെതിരെ വലിയൊരു ഇന്നിംഗ്സുമായി ഇതിന്റെ ക്ഷീണം തീർക്കാനായിരിക്കും അദ്ദേഹം ആഗ്രഹിക്കുക. 3-ാം നമ്പറിൽ പതിവ് പോലെ തിലക് വർമ്മയുണ്ടാകും. 4-ാമനായി ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും. തുടർന്ന് ഓൾറൗണ്ടർമാരുടെ ഊഴം തന്നെ ആയിരിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു കാര്യം.